ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ പാണാവള്ളിയിൽ ഒരു പുരാതന ക്ഷേത്രമുണ്ട്. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിലൊന്നായ പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ചേർത്തലയിലെ ഈ ക്ഷേത്രം. 108 ശിവാലയങ്ങളിലൊന്ന്. മിക്ക ദിവസങ്ങളിലും കഥകളി വഴിപാടായി നടത്തപ്പെടുന്ന ഒരു ക്ഷേത്രം. നാൽപ്പത്തന്നീശ്വരൻ കിരാതമൂർത്തി സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ്. മഹാഭാരത കഥയിലെ മധ്യപാണ്ഡവനായ അർജുനൻ പാശുപതാസ്ത്രം കരസ്ഥമാക്കുവാൻ വേണ്ടിയുള്ള കഠിന തപസ്സിനെ തുടർന്ന് മഹാദേവൻ കാട്ടാളനായി പ്രത്യക്ഷപ്പെട്ട അതേ ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വനവാസകാലത്ത് പാണ്ഡവർ ഇവിടെ വന്നിരുന്നുവെന്നും കുറേക്കാലം ഇവിടെ താമസിച്ചിരുന്നുവെന്നും ഒരു ഐതിഹ്യമുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശം പാണ്ഡവർ വിളി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാലാന്തരത്തിൽ പാണ്ഡവർ വിളി പാണാവള്ളിയായി തീർന്നതാണെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് പ്രൗഢഗംഭീരമായ ക്ഷേത്രമായിരുന്നു ഇത്. ദ്രാവിഡ കേരളീയ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിരുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടി തന്നെയാണ് ഇന്നും നിലകൊള്ളുന്നത്. ഏതാണ്ട് 1500 വർഷങ്ങൾക്ക് മേൽ പഴക്കമുണ്ട്. കരിങ്കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച ചതുരാകൃതിയിൽ ഇരുനിലകളുള്ള ശ്രീകോവിലിലാണ് നാൽപ്പത്തന്നീശ്വരത്തപ്പനെ ശിവലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ മുന്നിലെ ആനക്കൊട്ടിൽ സാമാന്യം വലിപ്പമുള്ളത് തന്നെയാണ്. കുംഭമാസത്തിലെ രോഹിണി നാളിൽ ദേശനാഥനുമായി ദേവീദേവന്മാർ കൂടിയെഴുന്നള്ളുന്നത് ഈ ആനക്കൊട്ടിലാണ്. പാർവതീ സമേതനായ കിരാതമൂർത്തി ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി വിരാജിക്കുന്ന ക്ഷേത്രത്തിൽ ഗണപതി, ദുർഗ, ഭദ്രകാളി, വരാഹമൂർത്തി, അയ്യപ്പൻ, നാഗരാജാവ്, നാഗയക്ഷി, രക്ഷസ് തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. നാൽപ്പത്തന്നീശ്വര ക്ഷേത്രം 48 ഇല്ലക്കാരുടെ വകയായിരുന്നു. അതുകൊണ്ടാണ് ക്ഷേത്രത്തെ നാൽപ്പത്തന്നീശ്വരം എന്നും ക്ഷേത്രനാഥനെ നാൽപ്പത്തന്നീശ്വര തപ്പനെന്നും വിളിക്കുന്നത്. അന്ന് അധികാരികളായിരുന്ന ആ 48 ഇല്ലക്കാർ ആരൊക്കെയാണെന്ന് ഇന്നറിയില്ല. അതിൽ ബഹുഭൂരിഭാഗം ബ്രാഹ്മണ ഇല്ലങ്ങളും ക്ഷയിച്ചുപോയി. അതോടെ വടക്കൻകൂർ കൊച്ചി അധികാരി ക്ഷേത്രഭരണം ഏറ്റെടുക്കുകയും പിന്നീട് 5 കൈമൾക്ക് ക്ഷേത്ര കൈമൾ സ്ഥാനം വിട്ടുകൊടുക്കുകയും ചെയ്തു.